നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. പക്ഷേ മുന്നണികളിലെ തർക്കങ്ങൾ ഒഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിലെ പാരഡി ഗാനത്തിനെതിരെ വരെ കേസ് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാർലമെന്റിലേക്ക് വന്നാൽ VB റാംജി ബിൽ പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഒപ്പം IFFK വിശേഷങ്ങൾ എല്ലാമുണ്ട്. വാർത്തയിലേക്ക് വിശദമായി തന്നെ വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കേരളത്തിൽ SIR ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും. ഫോം ഡിജിറ്റലൈസ് ആക്കാൻ ഇന്നുകൂടി അവസരം. SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതിയിൽ. കരട് പട്ടിക ചൊവ്വാഴ്ച പുറത്തിറക്കും. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പാസ്സാക്കും. ബില്ലിനെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷം. വോട്ടെടുപ്പ് ആവശ്യപ്പെടും. നാളെ കർഷക സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. N വാസുവിന്റെ ജാമ്യഹർജിയിൽ വിധി ഇന്ന്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യമില്ലെങ്കിൽ ഉടൻ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ്. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യഹർജിയും ഇന്ന് പരിഗണിക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ. മസ്കറ്റിൽ ഊഷ്മള സ്വീകരണം. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടും. സാമ്പത്തിക കയറ്റുമതി വിഷയങ്ങളിൽ ഒമാൻ ഭരണാധികാരിയുമായി ചർച്ച നടത്തും. വാർത്തകളും വിശേഷങ്ങളും സമഗ്രമായി നോക്കാം. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി 2 ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു. 99.93% ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ KK പ്രശാന്ത് നൽകും. ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത്, SIRന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകുകയാണ്. എന്താണ് വിവരങ്ങൾ? അശ്വതി, SIR ബന്ധപ്പെട്ട നടപടികൾ ഏതു തരത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളത് ഇന്ന് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും സുപ്രീം കോടതിയെ അറിയിക്കും. നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള നടപടികൾ വേഗത്തിൽ പോവുകയാണെന്ന്, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിട്ടില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ഹർജികളിൽ സംസ്ഥാന സർക്കാരിന്റെ ഹർജി നീട്ടിവെക്കണമെന്ന് മാത്രമായിരിക്കുന്നു. SIRനെതിരായ ഹർജി നൽകിയത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ്. അത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിലുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ ാണെന്ന വിമർശനമൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് SIRമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്. ജനങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ല, കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, വളരെ കുറച്ച് ഫോമുകൾ മാത്രമാണ് ഇനി ഡിജിറ്റലൈസ് ചെയ്യാനുള്ളത് എന്നുകൂടി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു കണക്ക് ഇന്ന് പൂർണ്ണമായും എത്രത്തോളം നടത്താൻ കഴിഞ്ഞു എന്നുള്ള കണക്ക് ഇന്ന് സുപ്രീം കോടതി നൽകും. നേരത്തെ തന്നെ 2 ദിവസം ഈ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്ത് നൽകാനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി നീട്ടി നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ വേണോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. കാരണം മുൻകൂട്ടി തീയതി മുന്നോട്ട് വെക്കുന്നത് ശരിയാകില്ല എന്നുള്ളതായിരുന്നു കമ്മീഷന്റെ നിലപാട്. അത് കോടതിയും അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസം നീട്ടി നൽകാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് ഇത് അതായത് ഇനി അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതൽ സമയം നീട്ടി നൽകിയാൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു നിലപാട് കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതായത് ഇന്നിത് പരിഗണിക്കുമ്പോൾ എവിടം വരെയാണ് കാര്യങ്ങൾ എത്തിയത്, അതിനി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ടോ, തീയതി നീട്ടി നൽകേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അത് പരിശോധിച്ചായിരിക്കും ഇന്ന് തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും സംസ്ഥാനത്ത് ഈ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ തീയതി നീട്ടുകയാണെങ്കിൽ 2 ദിവസം നിലവിൽ ഇന്നിപ്പോൾ 18 2 ദിവസം ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നതോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ പരിഗണിക്കാമെന്നുള്ളതായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുക. ആ ഒരു സാധ്യത ഒരുപക്ഷെ വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നതിനായി മാറ്റാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അശ്വതി, എന്തായാലും SIRന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകാനിരിക്കെ കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ്
ഹർജികൾ പരിഗണിക്കുക. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് നൽകിയത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവരുന്ന ജി റാംജി ബില്ലിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നേക്കും. ചർച്ചയ്ക്ക് സർക്കാർ ഇന്ന് മറുപടി നൽകും. പുലർച്ചെ 1:45 വരെയാണ് ബില്ലിന്മേൽ ചർച്ച നടന്നത്. പ്രതിപക്ഷം ബില്ലിൽ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ബിൽ ഗ്രാമീണ മേഖലയ്ക്ക് കരുത്ത് പകരുമെന്ന് പറഞ്ഞ ഭരണപക്ഷം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തെ പരിഹസിച്ചു. രാജ്യസഭയിൽ ആണവ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബില്ല് ഇന്ന് ചർച്ചയ്ക്ക് വരും. കൂടുതൽ വിവരങ്ങൾ കെ പ്രശാന്ത് നൽകും ഡൽഹിയിൽ നിന്നും. പ്രശാന്ത്, ഈ ബില്ല് പാസ്സാക്കാൻ ഒരുങ്ങുകയാണല്ലോ കേന്ദ്ര സർക്കാർ. പക്ഷേ പ്രതിപക്ഷം ശക്തമായ വിമർശനമാണ് ബില്ലിന്മേൽ ഉന്നയിക്കുന്നത്. വോട്ടെടുപ്പ് വേണം എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മറ്റ് എന്തൊക്കെ ബില്ലുകളാണ് ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിൽ വരിക? പ്രശാന്ത്. അശ്വതി, ഇന്ന് പ്രധാനമായും ഈ രണ്ട് ബില്ലുകളിന്മേലുള്ള നടപടിക്രമങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ മിഷൻ, അജീവിക മിഷൻ എന്നുള്ള ബില്ലും, അതുപോലെ തന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ശാന്തി ബില്ലുമാണ്. ഈ ബില്ല് രാജ്യസഭയിലാണ് വരുന്നത്. ഇന്നലെ ലോക്സഭയിൽ ചർച്ച നടത്തിയത് പാസ്സാക്കിയതാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ചർച്ച നടത്തി പാസ്സാക്കുന്നതോടുകൂടി തന്നെ ബില്ല് നിയമമായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1962-ലെയും 2010-ലെയും ന്യൂക്ലിയർ ആണവോർജ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ നിയമം വരുന്നത്. അതിൽ തന്നെ 100% വിദേശ നിക്ഷേപത്തിന് കൂടി സാധ്യത വരുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമൊക്കെ തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെ വിതരണ കമ്പനികൾക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയുന്ന തരത്തിലുള്ള ചില വകുപ്പുകളുണ്ടെന്ന ആരോപണമൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ശാന്തി ബില്ലുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജി റാംജി ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ ബില്ലിൽ ഇന്ന് പുലർച്ചെ 1:45 വരെയാണ് പാർലമെന്റിൽ ചർച്ച നടത്തിയത്. ആദ്യം തീരുമാനിച്ചത് 10 മണി വരെയാണ്. പിന്നീട് 12 മണി വരെ സമയം നീട്ടുന്നു. 12 മണിക്ക് ശേഷവും ഈ ചർച്ച തീർന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചത്. ഈ ഒരു പേര് കേവലം ഒരു പേര് മാറ്റൽ മാത്രമല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അകത്തുള്ള അതിന്റെ ഉള്ളടക്കത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം എന്ന് പറയുന്നത് 100 തൊഴിൽ ദിനങ്ങൾ 125 തൊഴിൽ ദിനങ്ങളായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു സ്ഥലത്തും കാര്യമായ തരത്തിൽ ഇത്തരം അതായത് പല സംസ്ഥാനങ്ങളിൽ 100 തൊഴിൽ ദിനങ്ങളിലേക്ക് പോലും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് 125 എന്നൊരു സംഖ്യ കൊണ്ടുവന്നുകൊണ്ട് സംസ്ഥാനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി നിൽക്കുന്നത്. കാരണം 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളുമാണ് ഇനി ഈ വേതന വിഹിതം വഹിക്കേണ്ടി വരുന്നത്. നേരത്തെ അത് 100% സംസ്ഥാനങ്ങളുടെയായിരുന്നു. ഇപ്പോൾ പുതിയ ബില്ല് പ്രകാരം ഇങ്ങനെ ഒരു ക്രമീകരണം വരും. അതിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 90-10 എന്നുള്ളതാണ് നിലവിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ തൊഴിൽ നൽകിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ കൂലി നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. അത് തന്നെ അങ്ങനെ വരുമ്പോൾ പോലും കേന്ദ്രം കൃത്യമായി പണം അനുവദിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം തന്നെ അവതാളത്തിലാകും എന്നുള്ളതാണ് പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഗാന്ധിജിയോടുള്ള അസഹിഷ്ണുതയുടെ ഭാഗമാണ് ഈ ബില്ലിന്റെ പുതിയ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താൻ കഴിഞ്ഞത് എന്നൊക്കെ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതിന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ മറുപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ തന്നെ ഗാന്ധിജി കണ്ട സ്വപ്നമാണ് ഗ്രാമീണ വികസനം എന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കം. അതിനകത്ത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യമായിരുന്നു. ഇത്രയും നിർണായക ബില്ല് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ജർമ്മനിയിൽ വിദേശ സന്ദർശനത്തിലാണ്. സ്വാഭാവികമായും അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്, വിമർശനങ്ങൾ ഉണ്ടായിച്ചു. ആ വിമർശനങ്ങൾ ഇന്ന് പുലർച്ചെ തന്നെ അനുരാഗ് ഠാക്കൂർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ വാചാലനാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതേ പേരിലോട് സാമ്യം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എവിടെയാണ് എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗമായി ഉണ്ടായത്. അതായത് പ്രധാന ബില്ലുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളുടെ നേതാവ് സഭയിലില്ല, അത് ഉറപ്പാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന കടുത്ത വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ബില്ലിൽ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. വോട്ടെടുപ്പ് ആവശ്യപ്പെടാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് എന്ന തരത്തിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ ഭരണപക്ഷം തന്നെ പറയുന്നത് ഇതൊരു പക്ഷേ JPCക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. രാവിലെ ആയിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അശ്വതി, അതുതന്നെയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവരുന്ന ജി റാംജി ബില്ലിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നേക്കും. ചർച്ചയ്ക്ക് സർക്കാർ ഇന്ന് മറുപടി നൽകും. പക്ഷേ
വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്നുള്ളതാണ്. ബിൽ ഗ്രാമീണ മേഖലയ്ക്ക് കരുത്ത് പകരുമെന്ന് പറഞ്ഞ ഭരണപക്ഷം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തെ പരിഹസിക്കുന്നുമുണ്ട്. രാജ്യസഭയിൽ ആണവ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ അടക്കം ഇന്ന് ചർച്ചയ്ക്ക് വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് നൽകിയത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ജോർദനും എത്യോപ്യയും സന്ദർശിച്ച ശേഷമാണ് മോദി ഒമാനിൽ എത്തുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കഴിഞ്ഞ 2 വർഷമായി ചർച്ചയിലാണ്. പരസ്പരം താൽപര്യമുള്ള മേഖലകളെക്കുറിച്ച് ഇരുപക്ഷവും വിശദമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 10.6 ബില്യൺ $US വരെയാണ് നിലവിൽ. ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, കൃഷി, സംസ്കാരം എന്നിവയിലെ സഹകരണവും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ചർച്ചകൾ നടക്കും. പ്രധാന കപ്പൽ പാതകളോട് ചേർന്നുള്ള ഒമാന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രം ഇന്ത്യൻ വ്യാപാരത്തിന് ആകർഷക ഘടകമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് ദ്വാരപാലക ശില്പക്കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകാൻ കൊല്ലത്തു നിന്നും സുധീഷ് ഉണ്ട്. സുധീഷ്, വീണ്ടും ജാമ്യഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? സുധീഷ്. അശ്വതി, ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ തവണയൊക്കെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ച എല്ലാ കേസുകളിലും ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയവർക്കൊന്നും തന്നെ കോടതി ജാമ്യം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷ തള്ളിക്കളയാനുള്ള സാധ്യതയാണുള്ളത്. ഇതിൽ കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതാദ്യമായാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകുന്നത്. പക്ഷേ പത്മകുമാർ മുൻപ് നേരത്തെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പത്മകുമാർ നേരത്തെ കട്ടിളപ്പാള കേസിലാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ദ്വാരപാലക ശില്പ കേസിൽ ആണ് ഇപ്പോൾ പത്മകുമാർ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 2 ജാമ്യാപേക്ഷകളും തള്ളിക്കളയുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം വാസുവിന്റെ ഉൾപ്പെടെയുള്ള മുരാരി ബാബുവിന്റെ ഉൾപ്പെടെയുള്ള ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇത്തരത്തിൽ തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇക്കാര്യത്തിലും ഉണ്ടാവുന്നത്. കാരണം പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഇത് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന തരത്തിലുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ജാമ്യ ഹർജിയിലെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് താൻ മാത്രമല്ല ഈ കേസിൽ ഉത്തരവാദി, ഇനിയും കുറച്ചുകൂടി ആൾക്കാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചന കൂടി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ പത്മകുമാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്ക് മാത്രമല്ല കൂട്ടുത്തരവാദിത്തമായിരുന്നു, ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ കൂട്ടുത്തരവാദിത്തമായിരുന്നു ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്റെ പ്രായം കൂടി പരിഗണിച്ച് ജാമ്യം നൽകണം എന്നൊരാവശ്യം കഴിഞ്ഞ തവണ കട്ടിളപ്പാള കേസിൽ ജാമ്യ ഹർജി നൽകിയപ്പോൾ അതിൽ പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ജാമ്യ ഹർജികളൊക്കെ തന്നെ ഈ കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും ജാമ്യ ഹർജിയും കോടതി തള്ളിക്കളയുന്നതിനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരി സുധീഷ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പക്കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നാണ് പ്രധാന ആവശ്യം. വിവരങ്ങൾ നൽകാൻ കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് പ്രധാന ആവശ്യം.
അശ്വതി, ഈ കേസിൽ നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നേരത്തെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ സമയത്ത് ഈ ഹർജി തള്ളുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ജയശ്രീ കീഴടങ്ങണം എന്നുള്ളതായിരുന്നു. അതിൽ ശ്രീകുമാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ട്. ഇനിയിപ്പോൾ ജയശ്രീ മാത്രമാണ് മുന്നിലുള്ളത്. ജയശ്രീ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. 2019 ഈ കട്ടളപ്പാളി സ്വർണം പൂശുന്നതിനും മറ്റു നടപടികൾക്കുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സമയത്ത് ഈ മിനിറ്റ്സിൽ ഒപ്പിടുകയും അതിന് നീക്കങ്ങൾ ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്തത് ജയശ്രീ ആണെന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ ഉത്തരവിൽ തിരുത്തൽ വരുത്തിയെന്ന ആരോപണമൊക്കെ തന്നെ ഉയരുവെക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കണം, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിൽ കിട്ടണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 2 തവണ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിലപാടുകൾ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നതിനനുസരിച്ചായിരിക്കും ഇനി ശബരിമല കേസുമായി ബന്ധപ്പെട്ട SITയുടെ മുന്നോട്ട് പോക്ക്. അശ്വതി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് എന്തായാലും പരിഗണിക്കും. അറസ്റ്റ് പാടില്ല എന്ന് തന്നെ ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിൽ കേസെടുത്തുവെങ്കിലും കടുത്ത നടപടി ഉടൻ ഉണ്ടാകില്ല. കേസിൽ പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രനുണ്ട്. ദേവിക, നമുക്കറിയാം കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഈ CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം വാതോരാതെ സംസാരിക്കുന്ന പാർട്ടിയാണ് ഇടതുമുന്നണി എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പാരഡി ഗാനത്തിൽ ഈ ഒരു അസഹിഷ്ണുത എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തീർച്ചയായും അശ്വതി, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇത്തരത്തിൽ CPM-ന് ഉണ്ടായിട്ടുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം. അതെല്ലാം കണക്കിലെടുത്ത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഈ CPM-നെ വളരെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നേതാക്കളുടെ പ്രസംഗങ്ങളിലൂടെ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു പാരഡി ഗാനത്തിലൂടെയാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് വാസ്തവം. അതേസമയത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ പാട്ട് അപ്പോഴും ഒരു തലവേദനയാകുമോ എന്ന പേടിയിലാണ് ഇത്തരത്തിലുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനങ്ങൾക്ക് ഉയരുന്നുണ്ട്. എന്തായാലും ഈ പാരഡി ഗാനത്തിൽ നിലവിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തിട്ടുണ്ടെങ്കിലും പോലീസിനിടയിൽ തന്നെ 2 ഭിന്നാഭിപ്രായമാണുള്ളത് കേസെടുത്തതിനെ പറ്റി. കാരണം ഇത്തരത്തിൽ കേസെടുത്തതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ നടപടികളിലേക്ക് കടക്കാൻ സാധ്യത കുറവാണ്. ഗാനരചയിതാവടക്കം 3 പേർക്കെതിരെയും ഈ റീൽസ് തയ്യാറാക്കിയ സ്ഥാപനത്തിനെതിരെയുമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നടപടികൾ അടക്കം വൈകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് ഈ ഗാനരചയിതാവ് അടക്കമുള്ളവരുടെ തീരുമാനം. അശ്വതി. ശരി ദേവിക. പാരഡി ഗാനങ്ങൾക്കെതിരെയുള്ള നിയമ നടപടി അപ്രായോഗികമെന്ന് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് MS സജി. പാരഡി ഗാനങ്ങൾക്കെതിരെ കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ലെന്നും അഡ്വക്കേറ്റ് MS സജി അമൃത ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാരഡി ഗാനങ്ങളെക്കുറിച്ചാണ്. കാരണം അതിന്റെ വിവാദങ്ങൾ വരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു, ഒരു അയ്യപ്പ ഭക്തിഗാനം പാരഡി ഗാനമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദം. ഈ വിവാദത്തെക്കുറിച്ചും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് MS സജി ചേരുന്നുണ്ട്. വിശ്വാസത്തെ ഹനിക്കപ്പെടുന്നതാണ് ഈ പാട്ട് എന്നൊക്കെയാണ് പറയുന്ന ഒരു വിഭാഗം. ഇത് നിലനിൽക്കുമോ അങ്ങനെ നിയമപരമായിട്ട്? ഒരു കാരണവശാലും നിലനിൽക്കില്ല. കാരണം പാരഡി എന്ന് പറയുന്നത് എന്താണ് പാരഡി എന്ന് പറയുന്നത്? ഒരു ഹ്യൂമറസ് ഇമിറ്റേഷൻ ഓഫ് എ ലിറിക്സ്. ഒരു പാട്ടിന്റെ തമാശ രൂപേണയുള്ള സറ്റയറിക്കലായിട്ടുള്ള ഒരു ഇമിറ്റേഷനാണ് പാരഡി എന്ന് പറയുന്നത്. അതിൻ്റെ അത് സാധാരണ അതിൽ ട്യൂണാണ് ഉപയോഗിക്കുന്നത്, ലിറിക്സ് ഉപയോഗിക്കാറില്ല. സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ പാട്ടുണ്ടെങ്കിൽ ആ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്, പകരം അതേ ട്യൂണിൽ ഒരു തമാശ രൂപേണ ഉണ്ടാക്കുന്ന പാട്ടുകളെയാണ് ഹ്യൂമറസ് ഇമിറ്റേഷനാണ് പാരഡി എന്ന് പറയുന്നത്. അതിൽ ഒരു കുറ്റകരമായതോ അല്ലെങ്കിൽ ഒരു സിവിൽ നിയമപ്രകാരം നടപടിയെടുക്കാവുന്നതായ യാതൊരുവിധ കേസും ഉത്ഭവിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പുള്ള എല്ലാ ഇലക്ഷനുകളിലും പ്രശസ്തമായ എല്ലാ ഗാനങ്ങളും എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടിക്കാരും പാരഡിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
വാക്കുകൾ മാറ്റും. നേതാക്കന്മാരുടെ പേരുകളൊക്കെ ചേർത്തിട്ടും അഴിമതി ആരോപണത്തോടെ അതേ മ്യൂസിക്കോട് കൂടിയിട്ട് ഇടത്തരം ഗായകർ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. ഇതുമാത്രം അതൊരു വിവാദമാക്കി മാറ്റേണ്ട പിന്നിലെ ലക്ഷ്യം എന്താണെന്നുള്ളത് അല്പം ദുരൂഹമാണ്. നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. വി.ഡി. രാജപ്പനെ നമ്മൾ ഓർമ്മയില്ലേ? കേരളത്തിൽ പാരഡി തടങ്കം ഉണ്ടാക്കിയതാരാണ്? 70കളുടെ അവസാനം മുതൽ 80കളിലും 90കളിലും പിന്നെ അദ്ദേഹം വലിയ സിനിമാ നടനായി മാറുകയും ചെയ്തു. 70കളിലും 80കളിലും 90കളുടെ ആദ്യ ഭാഗത്തൊക്കെ ഇറങ്ങിയ എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളും പാട്ടുകളും വി.ഡി. രാജപ്പൻ പാരഡിയാക്കി മാറ്റുകയും കേരളം മുഴുവൻ തരംഗമാവുകയും, കേരളം മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ ലോകം മുഴുവൻ അയാൾ സഞ്ചരിച്ച് പ്രോഗ്രാം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അന്നാർക്കും പരാതിയില്ലല്ലോ, വി.ഡി. രാജപ്പനെതിരെ പരാതിയില്ലല്ലോ. നമ്മുടെ ജയരാജ് വാര്യർ കാരിക്കേച്ചർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ സിനിമാ നടന്മാരോ സാഹിത്യകാരന്മാരോ ഉണ്ടോ? MT, അഴീക്കോട് സാറ്, മമ്മൂട്ടി, മോഹൻലാൽ, ഭരത് ഗോപി, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നുള്ള സമസ്ത AK ആന്റണി എല്ലാവരെയും ജയരാജ് 3.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിന്റെ വിദേശത്തുള്ള വേദിയിൽ ജയരാജ് ചെയ്യുന്നുണ്ട്, കാരിക്കേച്ചർ ചെയ്യുന്നുണ്ട്. ആദർശന്റെ ഒരുപാട് കേസറ്റുകൾ ഇറങ്ങി, ഒരുപാട് എത്രയോളം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. മാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, അങ്ങനെയാണ് ഓണത്തിനിടെ പുട്ട് കച്ചവടം എന്ന് പറയുന്നത് ആചാരമാക്കി വേണമെങ്കിൽ അതിനെ വേദനിപ്പിച്ചു എന്ന് പറയാമല്ലോ. വളരെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമന കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഉണ്ടായ സമവായം ഗവർണർ രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. സിസ തോമസിനെയും സജി ഗോപിനാഥനെയും നിയമിച്ച ഉത്തരവും കൈമാറിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഗവർണറും സർക്കാരും തമ്മിൽ സമവായമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നു. എങ്ങനെയായിരിക്കും കോടതിയുടെ ഒരു നിരീക്ഷണം? അശ്വതി, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ കോടതി അതിശക്തമായ നിലപാടാണ് ഈ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഒരു സമവായത്തിലേക്ക് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ഗവർണറും എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് 2 സ്ഥലങ്ങളിലേക്കും 2 സർവകലാശാലകളിലേക്കും VCമാരെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ആ തീരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവർണർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സുധാംശു ധുലിയോട് 2 പേരുകൾ നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഞങ്ങൾ നിയമിക്കുമെന്ന് ഒരു നിലപാട് കൂടി സുപ്രീം കോടതി JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് പരിഹരിക്കപ്പെട്ടെന്ന തരത്തിൽ ഒരുപക്ഷെ ഈ നടപടികൾ തീർപ്പാക്കാനുള്ള ഒരു സാധ്യതയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തീർപ്പാക്കാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ LDF കൺവീനർ ഉൾപ്പെടെ വെച്ചത് എല്ലാ സാഹചര്യത്തിലും ഇത്തരം തർക്കങ്ങളുമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് LDF കൺവീനർ ഇന്നലെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യം CPM-നുള്ളിൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളതാണ്. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ സർവകലാശാല VCമാരുടെ കാര്യത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ SFIയുടെ സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണുമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നീട് പിന്നോട്ട് പോയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന്റെ ഭാഗമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അനുകൂല സംവിധാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലൊരു സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതേസമയം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം നിശ്ചിതമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്രയധികം അങ്ങനെയായിരുന്നെങ്കിൽ കേസ് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സമവായമായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഈ സമവായം ആകാമായിരുന്നല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിസ തോമസിന്റെ പേരിനെ നിശിതമായി എതിർത്ത വ്യക്തിയും മുഖ്യമന്ത്രി തന്നെയാണ്. ഒരു പേരിന് മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. ആ പേര് തന്നെയാണ് ഒടുവിൽ അംഗീകരിക്കുകയും പകരം സംസ്ഥാന സർക്കാരിന് കൂടി താല്പര്യമുള്ള ഒരാളെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും അതിലാണ് ഇപ്പോൾ വിമർശനം നടക്കുകയൊക്കെ ചെയ്തത്. കോടതി ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരുപക്ഷെ തീർപ്പാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അശ്വതി, ശരി പ്രശാന്ത്, എന്തായാലും VC നിയമനത്തിൽ ഉണ്ടായ സമവായം ഗവർണർ രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. സിസ തോമസിനെയും സജി ഗോപിനാഥനെയും നിയമിച്ച ഉത്തരവും കൈമാറിയിട്ടുണ്ട്. എന്തായാലും കേസ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. വിവരങ്ങളാണ് KK പ്രശാന്ത് നൽകിയത്. എന്നാൽ VC നിയമനം സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായതിൽ CPM-നുള്ളിൽ തന്നെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുത്തത് എന്തിനാണെന്ന ചോദ്യമാണ് നേതാക്കൾക്കിടയിലും ഉയരുന്നത്. ഏതൊക്കെ ഉപാധിയിലാണ് സർക്കാരും ഗവർണറും ഒത്തുതീർപ്പുണ്ടാക്കുന്നതെന്ന കാര്യം മുഖ്യമന്ത്രി CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചിട്ടില്ല എന്നതാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിലിറ്റ്, പെട്ടെന്നുള്ള സമവായം പ്രതിപക്ഷം അടക്കം പറയുന്നത് ഗവർണർക്ക് സർക്കാർ വഴങ്ങി എന്നുള്ളതാണ്. ക്രിസ്മസ് വിരുന്നിന് വേണ്ടി മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിക്കാൻ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ സമവായം ഉരുത്തിരിഞ്ഞു വരുന്നു. വലിയ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് എന്നതാണ് അൺഫിലിറ്റ്.
അശ്വതി, തീർച്ചയായും വലിയ രീതിയിലൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയരുന്ന വിമർശനത്തിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ് എന്നതാണ് ശ്രദ്ധേയം. അതായത് PMC വിവാദത്തിൽ PMC പദ്ധതി കരാറിൽ ഒപ്പിടാനായി മുഖ്യമന്ത്രി തനിയെ തീരുമാനിച്ചു. അതിന് സമാനമായ രീതിയിൽ PMCക്ക് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി സർക്കാർ സമവായത്തിലെത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് മറ്റു തലങ്ങളിലൊന്നും തന്നെ ചർച്ച നടന്നില്ല എന്നാണ് പാർട്ടിയുടെ വിമർശനം. അതായത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം, മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഒറ്റയ്ക്ക് സർക്കാർ ഗവർണർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ മുന്നോട്ട് വെച്ചത് അതിനൊക്കെ മുട്ടുമുടക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് പാർട്ടിയോട് ചർച്ച ചെയ്യുകയോ മുന്നണിയുടെ പാർട്ടിയുടെ ഒന്നും തന്നെ യാതൊരു വിധമായ ചർച്ചയും നടത്തിയില്ല എന്ന വിമർശനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്നത്. സംസ്ഥാന സെക്രട്ടറി പാർട്ടി അറിയുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചപ്പോഴാണ് പാർട്ടി ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തു എന്ന് പാർട്ടിയിൽ വിമർശനം ഉയർന്നപ്പോഴും പാർട്ടിയിൽ എതിർസ്വരങ്ങൾ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി വിശദീകരിച്ച് ഇത് സർക്കാർ എടുത്ത തീരുമാനമാണ് എന്നൊരു വിശദീകരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് യാതൊരു ന്യായീകരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒരു വിശദീകരണം എന്ന രീതിയിൽ സർക്കാർ എടുത്ത തീരുമാനം എന്നൊരു വിശദീകരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. രണ്ട് ഗവർണർമാരുടെ VC-മാരുടെ നിയമനത്തിൽ, അതായത് KTU സർവകലാശാല ഡിജിറ്റലിലെ VC-മാരുടെ നിയമനത്തിൽ സിസ തോമസിന്റെ കാര്യത്തിൽ നിരന്തര നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ സിസ തോമസ് സർക്കാരിന്റെ കണ്ണിലെ കരടാണ്. പല ഘട്ടങ്ങളിൽ സർക്കാരിന് എതിരായ നിലപാടെടുത്ത വ്യക്തിയാണ്. സിസയുടെ കാര്യത്തിൽ സർക്കാർ എന്തിനു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങി എന്ന ഒരു വിമർശനം. ഒപ്പം തന്നെയും ഈ കേരള സർവകലാശാല രജിസ്ട്രാർ നിയമനത്തിലെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചത് ഇതടക്കം തീരുമാനങ്ങൾ മറ്റു തലങ്ങളിലൊന്നും ചർച്ച ചെയ്തില്ല. മുഖ്യമന്ത്രി തനിയെ എടുത്തൊരു തീരുമാനമാണ്. PMCക്ക് കരാർ ഒപ്പിടുമ്പോഴും വലിയ രീതിയിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായ അങ്കലാപ്പും അല്ലെങ്കിൽ മുന്നണിക്കുണ്ടായ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയതുമൊക്കെ പാർട്ടി നേതൃത്വം ഓർമ്മിക്കുകയാണ്. മാത്രമല്ല പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ തന്നെ UDF ഈ വിഷയം ആയുധമാക്കുകയാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ളത് വെറും ഒരു നാടകമാണ്. ആ ഒരു ഒത്തുതീർപ്പ് സമവായത്തിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി ഈ തീരുമാനമാണ് ഇതിന് കാരണമായി മാറിയതെന്നും എന്തുകൊണ്ട് മറ്റു തലങ്ങളിൽ ചർച്ച നടത്തിയില്ല എന്നുള്ള വിമർശനമാണ്, വളരെ ശക്തമായ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇടതുമുന്നണിക്ക് നേരിട്ടൊരു സാഹചര്യത്തിൽ അതിൽ പോലും CPIക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ആഘാതം കനത്ത തിരിച്ചടിയുണ്ടാകാനുള്ള കാരണം എന്ന ശക്തമായ വിലയിരുത്തലും വിമർശനവും വലിയ രീതിയിൽ CPIക്കുള്ളിലുണ്ട്. അതേ വിമർശനം ഏറെക്കുറെ CPM-നുള്ളിൽ പോലും മുളപൊട്ടി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മുന്നിൽ സർക്കാർ അടിയറവ് വച്ചു എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. ഈ പൊടുന്നനെ എടുത്തൊരു തീരുമാനം യാതൊരു വിധത്തിലെ ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചക്കോ ഒന്നും ഇട നൽകാതെ പൊടുന്നനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ ഇത് മറ്റു പാർട്ടികളുമായി എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ CPM-യുടെ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. സർക്കാർ എടുത്ത തീരുമാനം എന്നൊരു വിശദീകരണം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതും വിമർശന വിധേയമാകുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർ ശബ്ദവും യോജിപ്പും അടുത്ത രീതിയിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള CPM-ന്റെ ഉള്ളിൽ തന്നെ ഒരു ചേരിപ്പോരിയുടെ സാധ്യതയാണ് ഈ വിഷയത്തിൽ, ഗവർണറുമായുള്ള ഈ ഒരു സമവായ വിഷയത്തിൽ ഇനി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനൊരു തുടക്കമായ ഒരു വിഷയത്തിൽ കണക്കിലെടുക്കാം. അശ്വതി, അതുതന്നെയാണ് VC നിയമനം സമവായത്തിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായതിൽ CPM-നുള്ളിലും
പ്രതിപക്ഷത്തിനുള്ളിലുമൊക്കെ വ്യാപക വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽഡ് ഡിസൂസ നൽകിയത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ച ഒന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ദേവിക ചന്ദ്രൻ നൽകും. ദേവിക, ഒന്നാമത്തെ കേസിലാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് ജാമ്യം കിട്ടിയില്ല എങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനാണല്ലോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തീർച്ചയായിട്ടും അശ്വതി, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. കാരണം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനെ സമീപിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുന്നത് വരെ ഈ അറസ്റ്റ് നീട്ടാനായിട്ട് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയിരുന്നു. അത് ഇന്ന് തീരുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുക. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലായിരുന്നു. എവിടെയാണ് എന്ന് ഒരു സൂചന പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്വേഷണ സംഘങ്ങൾ വരെ മാറി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന് കൃത്യമായി ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്നും ചോർന്ന് കിട്ടുന്നു എന്ന ഒരു സംശയത്തിൽ നിന്ന് അന്വേഷണ സംഘത്തെ മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് സമാനമായിട്ടുള്ള വാദങ്ങൾ തന്നെയാണ്. താനും ഈ പരാതിക്കാരിയും തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന വാദം തന്നെയായിരിക്കും ഇത്തവണയും ഈ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുക. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയതിനും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചതിനുമുള്ള തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുക. അശ്വതി. ശരി ദേവിക, ചലച്ചിത്ര സംവിധായകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജയിൽ DIG MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങി ചട്ടങ്ങൾ അട്ടിമറിച്ച് പല പ്രതികൾക്കും അനധികൃത പരോൾ നൽകിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ലഹരി ഉൾപ്പെടെ ജയിലിലേക്ക് കടത്താൻ സഹായിച്ചതായും സംശയിക്കുന്നുണ്ട്. നടപടി ആവശ്യപ്പെട്ട വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ ദേവിക ചന്ദ്രൻ നൽകും. ദേവിക, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വിജിലൻസിന്റെ കണ്ടെത്തൽ? ഒപ്പം റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമല്ലോ. തീർച്ചയായിട്ടും അശ്വതി, ഈ ജയിൽ മേധാവി കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള ഉന്നതൻ, അതാണ് ജയിൽ ആസ്ഥാനത്ത് DIG എന്ന് പറയുന്നത്. ഇത്രയും ഉന്നത പദവിയിലുള്ള ഒരാൾ ഈ കൈക്കൂലി കേസിൽ പെടുന്നത് തന്നെ ഇതാദ്യമായാണ്. അനധികൃതമായി പരോൾ അനുവദിക്കാൻ മറ്റ് സൗകര്യങ്ങൾ, അതായത് ലഹരി അടക്കം ഈ ജയിലിനുള്ളിലേക്ക് കയറ്റാൻ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് ഈ വിനോദ് കുമാർ കടന്നിട്ടുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. ആകെ 12 പ്രതികളിൽ നിന്നും പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഇയാൾ കൈക്കൂലി വാങ്ങിയതായിട്ടുള്ള തെളിവുകൾ ഈ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അവയെല്ലാം ഇന്ന് സർക്കാരിന് കൈമാറും. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊടി സുനിയുടെ ഉൾപ്പെടെയുള്ള ബന്ധുവിൽ നിന്ന് ഉൾപ്പെടെ ഈ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഈ വിനോദ് കുമാർ കൈക്കൂലി വാങ്ങുന്നത് ഗൂഗിൾ പേ അക്കൗണ്ടുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിനോദ് കുമാറിന്റെ ബന്ധുക്കളുടെ അടക്കം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ തന്നെയാണ് വിജിലൻസിന്റെ നീക്കം. ഇതുവരെ 1.80 ലക്ഷം രൂപയോളം ഇത്തരത്തിൽ കൈക്കൂലിയായി മാത്രം ഈ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് കരുതുന്നത്. ഈ ജയിലിനുള്ളിൽ പലതരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന വാഗ്ദാനം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികളിൽ നിന്നും പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും ഇയാൾ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്നത്. അശ്വതി. ശരി ദേവിക, എന്തായാലും നടപടി ആവശ്യപ്പെട്ട വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. വിവരങ്ങളാണ് ദേവിക നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ.
ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഇന്നലെ 83,036 ഭക്തരാണ് ദർശനം നടത്തിയത്. കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് പ്രത്യേകം പാസ് അനുവദിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. സന്നിധാനത്തെ വിവരങ്ങളുമായി കിരൺ ചേരുന്നു. കിരൺ, സന്നിധാനത്തെ രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? വിശേഷങ്ങൾ എങ്ങനെയാണ്? തിരക്കുണ്ടോ? ശബരിമലയിൽ 2 ദിവസവുമായി തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം 83,000-ഓളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു എങ്കിൽ പോലും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് തന്നെ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭക്തരുടെ എണ്ണം 27 ലക്ഷം കടക്കുന്ന ഒരു കണക്ക് കൂടി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പുറത്തുവിടുകയുണ്ടായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടി വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെ ഈ കാനനപാത വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലാണ് കൂടുതലും ഈ ഒരു വർധനവ് വന്നിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഭക്തർക്ക് ഈ കാനനപാത വഴി വരുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് അനുവദിച്ച് നൽകണം എന്നുള്ളൊരു ആവശ്യവും വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. അത് ഈ എരുമേലി കരിമല വഴി വരുന്ന ഭക്തർക്ക് അവർക്ക് സന്നിധാനത്ത് എത്തുന്ന സമയത്ത് പമ്പ വഴി വീണ്ടും നീലിമല കയറി നടപ്പന്തലിലൊക്കെ ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഭക്തജന സംഘടനകളൊക്കെ ഈ ആവശ്യവുമായി ദേവസ്വം ബോർഡിനെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് പ്രത്യേക പാസ് നൽകുന്ന കാര്യത്തിലേക്ക് ഒരു പരിഗണനയുള്ളത്. അത് വനം വകുപ്പുമായി കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ യോഗം സന്നിധാനത്ത് ചേർന്നിരുന്നു. ദേവസ്വം പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം നടന്നിരുന്നത്. അതിനുശേഷം കെ ജയകുമാർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഈ കാര്യം. ഏതായാലും ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ശബരിമലയിലേക്കുള്ള നടവരവിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 210 കോടിയാണ് ഇതുവരെ ഈ സീസൺ ആരംഭിച്ച് ഇതുവരെ ലഭിച്ചിരിക്കുന്ന നടവരവ്. ഇതിൽ 106 കോടിയും അരവണയുടെ വിറ്റുവരവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ്. ഏതായാലും വലിയൊരു വർധനവ് ഈ വരുമാനത്തിൽ വലിയൊരു വർധനവ് തന്നെയാണ് ഈ സീസൺ ആരംഭിച്ചതിന് ശേഷം ശബരിമലയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അരവണ പ്രതിസന്ധി കൂടി ഇതിനിടയിൽ അനുഭവപ്പെട്ടിരുന്നു. അരവണ ആവശ്യത്തിന് കൊടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അരവണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ശബരിമലയിൽ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ വലിയ പ്രതിസന്ധി ഇല്ലാതെ പോകുന്നുണ്ട്. 20 ബോട്ടിലുകൾ മാത്രമാണ് അരവണ നിലവിലിപ്പോൾ അയ്യപ്പ ഭക്തർക്ക് നൽകുന്നത്. ഇത് കരുതൽ ശേഖരത്തിൻ്റെ ഒരു കുറവുണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അത് ഉടൻ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നത്. ഏതായാലും ശബരിമലയുടെ വികസനം, ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരുടെ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനടക്കമുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ശബരിമല മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഈ മാസ്റ്റർ പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ അത് ഉടനെ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് അതിന് മുൻഗണനാ ക്രമം തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. ഏതായാലും ശബരിമലയിൽ ഇപ്പോൾ ഉഷപൂജയ്ക്കുള്ള സമയമാണ്. ഉഷപൂജയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, ശബരിമലയിലെ വിവരങ്ങളാണ് കിരൺ പങ്കുവച്ചത്. വലിയ തിരക്കാണ് രാവിലെയും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് പ്രത്യേകം പാസ് അനുവദിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ലോക സിനിമയെ നെഞ്ചിലേറ്റാൻ മലയാളി പ്രേക്ഷകർക്ക് വേദിയൊരുക്കിയ IFFK 30 വർഷം പിന്നിടുന്നു. IFFKയുടെ ചരിത്രം കാൻവാസിൽ ഒരുക്കിയിട്ടുള്ള എക്സ്പീരിയൻസിയ പ്രദർശനമേറെ ജനശ്രദ്ധ നേടുകയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് എത്തുന്ന ഓരോ സിനിമാ പ്രേമികളെയും കാത്തിരിക്കുന്ന ഒരു അത്ഭുത ഇടമുണ്ട്. 30 വർഷത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടുകൊണ്ടുപോകുന്ന വേറിട്ട ലോകം. 1994 മുതൽ മലയാളികളുടെ മുന്നിലേക്ക് ലോക സിനിമയുടെ വലിയ നേർക്കാഴ്ചകൾ തുറന്നു നൽകിയ IFFK 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ 17-നാണ് മലയാളികളുടെ സിനിമാ സംസ്കാരത്തിന് പുതുവഴി തുറന്ന് കോഴിക്കോട് വെച്ച് ആദ്യ IFFK വേദി ഒരുങ്ങുന്നത്. പിന്നീടങ്ങോട്ട് 3 പതിറ്റാണ്ടിന്റെ യാത്ര. ഭൂതക്കണ്ണാടി, എന്ന് സ്വന്തം ജാനക്കുട്ടി, ഗുരു,
കളിയാട്ടം എന്നീ ചിത്രങ്ങളൊക്കെ തന്നെ 1998 കാലഘട്ടത്തിൽ സിനിമാ പ്രേമികളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇത്രയും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഓരോ വർഷത്തെയും ഓരോ എക്സ്പീരിയൻസ്, ഓരോ അന്ന് കാണിച്ച ഓരോ സിനിമകൾ, അതിൻ്റെ ഹിസ്റ്ററികൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ ഈ 8 ദിവസത്തിനേക്കാളും ഒരു മാസം കാണേണ്ട ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ സത്യം പറഞ്ഞുണ്ട്. IFFKയുടെ സിഗ്നേച്ചർ ലോഗോ തോൽപ്പാവക്കൂത്തിലെ സ്ത്രീരൂപം വിഖ്യാത ചലച്ചിത്രകാരനായ G. അരവിന്ദൻ രൂപകൽപ്പന ചെയ്തതാണ്. 1994 മുൻപേ അദ്ദേഹം മരണപ്പെട്ടെങ്കിലും ഇന്ത്യൻ പനോരമയ്ക്ക് വേണ്ടി G. അരവിന്ദൻ ഒരുക്കിയ ലോഗോ IFFKയുടെ മുഖചിത്രമാകുകയായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ നോക്കിയാൽ നമുക്ക് ഒത്തിരി പേരെ പഴയ തലമുറ അവരുടെ എല്ലാ ഫിലിംസും അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ കഴിയുന്നത്. കേവലം ഒരു ചിത്ര പ്രദർശനത്തിനപ്പുറം ഈ ചുവരുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് IFFKയുടെ സമ്പന്നമായ ചരിത്രമാണ്. ആദ്യ പതിപ്പ് മുതലുള്ള ഡെലിഗേറ്റ് ഐഡിയും തോൾ സഞ്ചിയും അടക്കമുള്ള കാഴ്ചകൾ ഏറെ കൗതുകവും ഉണർത്തുന്നു. ക്യാമറമാൻ രതീഷിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠം AI സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. കോൺക്ലേവിൽ ഗൈഡ് ലൈൻസ് ഫോർ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ധവളപത്രം പുറത്തിറക്കി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന കോൺക്ലേവിൽ കേന്ദ്ര IT മന്ത്രാലയത്തിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ വിദഗ്ധർ പങ്കെടുത്തു. അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത AI സേഫ്റ്റി റിസർച്ച് ലാബാണ് AI സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ദക്ഷിണ രാജ്യങ്ങൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത AI സേഫ്റ്റി റിസർച്ച് ലാബ് സേഫ് AI ഫോർ ദി ഗ്ലോബൽ സൗത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച AI സേഫ്റ്റി കോൺക്ലേവിന്റെ വേദിയിൽ വച്ചാണ് ധവളപത്രം പുറത്തിറക്കിയത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന കോൺക്ലേവിൽ ധവളപത്രം പുറത്തിറക്കാൻ സാധിച്ചതിലൂടെ മികച്ച AI എൻവയോൺമെന്റുകൾ രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായി ഇത് മാറുമെന്ന് കോൺക്ലേവ് വിലയിരുത്തി. നൈതികതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഏജന്റിക് AI ഏകോപനം ലക്ഷ്യമിടുന്ന ധവളപത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ഗ്ലോബൽ സൗത്തിന്റെയും പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഉത്തരവാദിത്തപരമായ AI വിനിയോഗത്തിനായുള്ള പ്രധാന തത്വങ്ങളും പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ധവളപത്രം. ആരോഗ്യ പരിചരണം, വിദ്യാഭ്യാസം, ധനകാര്യം, ഊർജം, പൊതുസേവനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ സുരക്ഷ, സുതാര്യത, ഉത്തരവാദിത്തം, മനുഷ്യമേൽനോട്ടം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള രൂപരേഖകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര IT മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2026 ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച കോൺക്ലേവിൽ കേന്ദ്ര IT മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയും ഇന്ത്യ AI മിഷൻ CEOയുമായ അഭിഷേക് സിംഗ്, യുനെസ്കോ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഗബ്രിയേല റാമോസ്, മൗറീഷ്യസ് ICT മന്ത്രി ഡോക്ടർ അവിനാശ് രാം തോഹുൽ, പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ D. ശേഷഗിരി ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥികളായി. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ചടങ്ങിൽ പങ്കെടുത്തവരെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തു. സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, പ്രൊഫസർ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോൺക്ലേവിന്റെ ഭാഗമായി ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ AI ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചും AI സുരക്ഷ, നൈതികത എന്നിവയെക്കുറിച്ചും വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പാനൽ ചർച്ചകളും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ് അമൃത ന്യൂസിനൊപ്പം. ശ്രീ ദിലീപ്, നമുക്കറിയാം രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു വിപണിയെ വിലയിരുത്തുക? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. നേട്ടത്തിലേക്ക് എത്തിയേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. US വിപണിയിൽ ഇന്നലെ സമ്മിശ്രമായാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് സൂചികയിൽ വലിയൊരു വിൽപ്പന പ്രകടമായിരുന്നു. അതിൻ്റെ ഒരു സ്വാധീനം ഇവിടെ IT ഓഹരികളിലും ഉണ്ടായേക്കും. എന്നാൽ ഡോ ജോൺസ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇപ്പോഴും ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിലാണ് വ്യാപാരം നടക്കുന്നതും. ഇന്നലെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ വലിയൊരു വിൽപ്പന പ്രകടമായിരുന്നു. പ്രധാനപ്പെട്ട കാരണം മുൻനിര ബാങ്കിങ് ഓഹരികളായ
ICICI ബാങ്ക്, ആക്സിസ്, HDFC തുടങ്ങിയവയിൽ ഉണ്ടായിട്ടൊരു വിൽപ്പനയാണ് പ്രധാന കാരണം. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ വലിയൊരു നിക്ഷേപ താല്പര്യം കണ്ടിട്ട്, പ്രത്യേകിച്ചും SBI പോലുള്ള ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ളൊരു നിക്ഷേപ താല്പര്യം മൊത്തത്തിൽ ബാങ്കിങ് ഓഹരികളെ ഒരു നേട്ടത്തിലേക്ക്, ആ നഷ്ടത്തിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു. മാത്രമല്ല ഒട്ടുമിക്ക മേഖലകളിലും നേരിയ തോതിലെങ്കിലും വിൽപ്പന പ്രകടമായിരുന്നു. രണ്ടാം തര ചെറുകിട ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന പ്രകടമായിരുന്നത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റക്കുറച്ചിലുകൾ, വിപണിയിൽ ഏറ്റക്കുറച്ചിൽ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക കുറേ കാലത്തിന് ശേഷം ഒറ്റ അക്കത്തിലേക്ക് എത്തി, 10 താഴേക്ക് എത്തി. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള നിക്ഷേപ താല്പര്യം ഉണ്ടാവണമെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലാണ്. എന്നാൽ ഇന്നലെ അവർ വിപണിയിലറ്റ നിക്ഷേപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ നില തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വരും ദിവസങ്ങളിൽ നേരിയ തോതിലെങ്കിലും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നേരിയ തോതിലെങ്കിലും ഏറ്റക്കുറച്ചുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശരി കെ ദിലീപ്. അതിരാവിലെയും രാത്രിയും ഏറെ വൈകിയുള്ള ശക്തമായ വേലിയേറ്റം കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് ഭീഷണിയാകുന്നു. കായൽ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടമാണ് ഇതോടെ ഓരുവെള്ളത്തിലായത്. പുഞ്ചകൃഷി ഇറക്കി ഒന്നാം വളത്തിനുള്ള സമയമായി. എന്നാൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ പാടശേഖരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മട വീഴുകയോ വെള്ളം കവിഞ്ഞു കയറുകയോ ചെയ്യാം. അതിനാൽ വളമിടണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഇനി ആയിരങ്ങൾ മുടക്കി വളമിട്ടാൽ തന്നെ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ വെള്ളം കയറ്റുകയും വേണം. ഓരുവെള്ളം നിറഞ്ഞാൽ നെൽച്ചെടികളാകെ ഉരുകിപ്പോകുകയോ കൃഷി മൊത്തത്തിൽ നശിക്കുകയോ ചെയ്യും. പുഞ്ചകൃഷിയുടെ തുടക്കത്തിൽ തന്നെ വേലിയേറ്റം ശക്തമായത് കർഷകരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. വേലിയേറ്റം കാരണം പുളിങ്കുന്ന് പോലെ പടിഞ്ഞാറോട്ട് കായലിനോട് തൊട്ടടുത്തു കിടക്കുന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നത് പതിവ് സംഭവമാണ്. മിക്ക വീടുകളുടെയും മുറ്റം വരെ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയുണ്ട്. മങ്കൊമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ റോഡുകൾ പോലും വെള്ളത്തിലാകാറുണ്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടച്ചാൽ തീരുന്ന ഒരു പ്രശ്നം എന്തിനാണ് അധികൃതർ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ചരിത്രത്തിലാദ്യമായി UDF അധികാരത്തിലെത്തിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോടഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുമുള്ള മില്ലി മോഹനാണ് പ്രസിഡന്റ് ആകുന്നത്. കോടഞ്ചേരിയിൽ 6822 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മില്ലി മോഹൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലെത്തുന്നത്. ഇടതുപക്ഷത്തിന് 13 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. പുതുവർഷത്തെ വരവേൽക്കാൻ കലണ്ടർ ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ. ഒരു സ്കൂളിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളുടെയും ചിത്രങ്ങൾ സഹിതം തയ്യാറാക്കിയ അക്കാദമിക് കലണ്ടർ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു. ഒരു വർഷത്തെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിന്റെ അക്കാദമിക് കലണ്ടർ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് പ്രകാശനം ചെയ്തത്. ഒരു വർഷം നടന്ന കലാകായിക അക്കാദമിക പ്രവർത്തനങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തിയ കലണ്ടർ ഒരു സർക്കാർ ഇറക്കിയെന്നത് അഭിനന്ദനാർഹമാണെന്ന് കലക്ടർ പറഞ്ഞു. മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും സ്കൂളിൽ നടന്ന എല്ലാ ചടങ്ങുകളുടെയും ചിത്രങ്ങൾ സഹിതമാണ് കലണ്ടർ ഇറക്കിയത്. വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ കലണ്ടറുകൾ വിതരണം ചെയ്യും. നമ്മുടെ സ്കൂളിലെ ഈ ഒരു വർഷത്തെ എല്ലാ പദ്ധതികളും അതുപോലെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കലണ്ടർ ഇറക്കിയിട്ടുള്ളത്. കോഴിക്കോട് കലക്ടറേറ്റിൽ കലക്ടറുടെ ചേംബറിൽ വെച്ചായിരുന്നു പ്രകാശനം. സ്കൂൾ പ്രധാനാധ്യാപിക ഷെറീന ബി, PTA പ്രസിഡന്റ് YP അഷ്റഫ്, MPTA പ്രസിഡന്റ് ലിസ്ന സാബിക്, സ്കൂൾ ലീഡർ അജ്നാസ് PP, വിദ്യാർത്ഥികളായ ഷിഫ യു, ഇഷ ഫാത്തിമ KK, റന ഫാത്തിമ O എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകരുടെ നേതൃത്വത്തിൽ കലണ്ടറുകൾ വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ കരോൾ ഗാനസന്ധ്യകൾക്കും തുടക്കമായി. കൊച്ചി പനങ്ങാട് ശ്രീവല്ലീശ്വര ക്ഷേത്ര മൈതാനത്ത് നടന്ന ക്രിസ്തുമസ് ഗാനസന്ധ്യ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകരുന്നതായിരുന്നു. പനങ്ങാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ ഗായക സംഘമാണ് സംഗീത വിരുന്ന് ഒരുക്കിയത്. രാത്രി രാത്രി രജതരാത്രി രാജാതിരാജൻ പിറന്ന രാത്രി
പനങ്ങാട് സെന്റ് ആന്റണീസ് പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ഗാനസന്ധ്യയുടെ വേദി പനങ്ങാട് ശ്രീ വല്ലീശ്വര ക്ഷേത്രമൈതാനമായിരുന്നു. ക്ഷേത്രമൈതാനത്ത് ക്രിസ്തുമസ് ഗാനസന്ധ്യ എന്നത് പനങ്ങാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അതിശയം കലർന്ന കാര്യമല്ല. കാരണം ഇവിടുത്തെ മതസൗഹാർദ്ദം തന്നെ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ക്ഷേത്രം ഭാരവാഹികളും പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് കാലങ്ങളായി മുന്നോട്ടു പോകുന്നത്. ഈ സാഹോദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും ക്ഷേത്രമൈതാനത്ത് പ്രകടമായത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇവിടെ അമ്പലങ്ങളിലുള്ള പരിപാടിയിലും അച്ഛൻ സംബന്ധിക്കും. അതുപോലെ തന്നെ അന്യമതസ്ഥരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം പള്ളിയിലും പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കും. സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വില്യം നെല്ലിക്കലിൻ്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ഗാനസന്ധ്യ സംഘടിപ്പിച്ചത്. ക്ഷേത്രാങ്കണത്തിൽ ഗാനസന്ധ്യ സംഘടിപ്പിക്കാൻ പള്ളി വികാരി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. ക്രിസ്മസ് ഗാനസന്ധ്യ നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത് നമ്മുടെ അച്ഛൻ ഇത് ഫാദർ വില്യംസ് പറയുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങളിത് ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇത് നടത്തുവാനുള്ള സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരു ക്ഷേത്രത്തിൽ തന്നെയല്ല, ഞങ്ങളുടെ മതസൗഹാർദ്ദമായിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. സെന്റ് ആന്റണീസ് പള്ളിയിലെ കൊയർ അംഗങ്ങളാണ് ഗാനങ്ങൾ ആലപിച്ചത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവാണ് ഇവരെ പരിശീലിപ്പിച്ചത്. മലയാളികൾക്ക് സുപരിചിതമായ ക്രിസ്മസ് ഗാനങ്ങൾ ആസ്വദിക്കാൻ ധാരാളം പേരും എത്തിയിരുന്നു. ആഘോഷങ്ങൾ മനുഷ്യർ തമ്മിലുള്ള അകലം ഇല്ലാതാക്കുന്നവയാകണമെന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഈ സംഗീത വിരുന്ന്. അമൃത ന്യൂസ്, കൊച്ചി. മഞ്ഞുകാലമായ ഡിസംബറിൽ തണുത്തുവിറച്ച് തെക്കിന്റെ കശ്മീർ. ഡിസംബർ പകുതിയായതോടെ മൂന്നാറിൽ അതിശൈത്യവും ആരംഭിച്ചു. 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മൂന്നാറിലെ താപനില. തണുപ്പ് വർദ്ധിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖലയിൽ. അതിശൈത്യം നേരത്തെ എത്തിയതോടെ മൂന്നാറിലെ താപനില അടുത്ത ദിവസങ്ങളിൽ -ഡിഗ്രിയിലേക്ക് എത്തുമെന്നാണ് സൂചന. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസ് മൂന്നാറിൽ രേഖപ്പെടുത്തി. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, തെന്മല, ചുറ്റുവരൈ, ചെണ്ടുവരൈ എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് താപനില 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയത്. 2-3 നാളാவே நல்ல ஒரு கிளைமேட் ஆகிப்போச்சு. நல்ல 0 டிகிரிக்குள்ளே உள்ள வாய்ப்பு ஆகிப்போச்சு. இன்னும் வரும் ദിവസങ്ങളിൽ அதுக்குள்ள வாய்ப்பு இருக்குது, நிறைய இருக்குது. வினோத சஞ்சாரிகளுக்கு நல்ல ஒரு இதாக இருக்கும் காலை நேரத்தில். കഴിഞ്ഞ ദിവസം മൂന്നാറിൽ താപനില 6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. രാത്രിയിൽ അതിശൈത്യം തുടരുമ്പോഴും പകൽ സമയത്ത് മൂന്നാറിലെ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്രിസ്മസ് പുതുവത്സരാഘോഷം ആരംഭിച്ചതോടെ മൂന്നാറിൽ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. കായിക വാർത്തകൾ നോക്കാം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ നാളെ അറിയാം. കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FC-യും തമ്മിലുള്ള ഫൈനൽ കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ്. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC-യെ ഒറ്റ ഗോളിനാണ് കണ്ണൂർ മറികടന്നത്. തൃശൂർ മലപ്പുറം FC-യെ 3-1 തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. ഇരു ടീമുകൾക്കും കന്നി ഫൈനലാണ്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.